everyone, welcome back to the Better Part with Donna. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ വെക്കേഷൻസും ഹോളിഡേയ്സും ഒക്കെ ആയിരുന്നു. അത് കാരണം ഒരുപാട് ട്രാവൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് വീഡിയോസ് ഇടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും മാത്രമല്ല അങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ വന്നെങ്കിലും അതിനുള്ളൊരു സമയമോ പ്രോപ്പറായിട്ട് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈമോ കിട്ടിയില്ല. ഇപ്പോഴും ഐ എം അറ്റ് വർക്ക്, ബട്ട് ഐ തോട്ട് ഐ കനോട്ട് ഡിലേ ദിസ് എനി മോർ. ഒരുപാട് കാര്യങ്ങൾ, സ്പെഷ്യലി ഇറ്റ്സ് അബൌട്ട് ഗോഡ്സ് ഗ്രേസ്. പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്ത് ഞാൻ അതിനെപ്പറ്റിയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം നമ്മൾ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കൃപ ആൻഡ് കരുണ, റൈറ്റ്? കരുണ ഇസ് വെൻ വി ഗെറ്റ് what is justice, but kruba is when we don't deserve things. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് അതിന് യോഗ്യതയില്ലെങ്കിൽ പോലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന അതിനെയാണ് നമ്മൾ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പം കൃപയും കരുണയും, അപ്പം ഒരുപാട് ദൈവകൃപ ഈ വെക്കേഷൻ സമയത്തൊക്കെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണം അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു, പക്ഷേ ആ സമയത്തൊന്നും നടന്നില്ല. ബട്ട് ഫൈനലി ഇറ്റ്സ് ഹിയർ ടുഡേ. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നെങ്കിലും എൻ്റെ റീസെൻറ്റ് വീഡിയോയിൽ വെൻ ഐ വാസ് തിങ്കിങ് അബൌട്ട് എന്തിനെപ്പറ്റി സംസാരിക്കുമെന്ന് തോന്നിയപ്പം ഞാൻ എൻ്റെ വെക്കേഷൻ സമയത്ത് വീട്ടിൽ പോയപ്പോൾ ഞാനും എൻ്റെ മമ്മിയും തമ്മിൽ സംസാരിച്ചതിൽ വളരെ എന്താ പറയുക, സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു മമ്മി പറഞ്ഞത്. ദൈവം ആർക്കും കടക്കാരനല്ല, ലൈക്ക് ഗോഡ് ഡസൻറ്റ് ഓ അസ് എനിത്തിങ്. അത് അപ്പോൾ അതിനെപ്പറ്റി എനിക്കത് മനസ്സിലായി. ഞാൻ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എനിക്ക് മനസ്സിലായത്. ശരിക്കും ബൈബിളിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വേറൊരു രീതിയിലും കൂടെയാണ്, കുറച്ചുകൂടി വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ബൈബിളിലുള്ളത്. എനിക്കത് വേറൊരു രീതിയിലാണ് പേഴ്സണലി മനസ്സിലായത്. ഞാനും അമ്മയും കൂടെ സംസാരിക്കുന്ന സമയത്തും ദൈവം ആർക്കും കടക്കാരനല്ല. ശരിക്കും പറഞ്ഞാൽ അത് കാണുന്നത് റോമർക്കാർക്ക് എഴുതിയ ലേഖനം, അതായത് റോമൻസ് 11:35 അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാര്? ഇതെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ദൈവത്തിന് ചെയ്തിട്ട് ദൈവം തിരിച്ചിങ്ങോട്ട് നമുക്ക് ഇതൊരു ട്രേഡ്, ഒരു എക്സ്ചേഞ്ച് പോലെയാണ് നമ്മളെയൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. കാര്യം നമ്മൾ എന്ത് ദൈവത്തിന് മാക്സിമം ചെയ്യാനാണ്. ലൈക്ക് പല ആളുകളും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം അങ്ങനെ ഓഫേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് ഓഫർ ചെയ്യുന്നു, ഇത് ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മുടെ അതൊന്നും വേണ്ട. അപ്പം അതാണ് അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു തിങ്കിങ് ഓർ തോട്ട് പ്രോസസ്സോ ഉണ്ടെങ്കിൽ ഐ തിങ്ക് വി ഹാവ് ടു സ്റ്റോപ്പ് ദാറ്റ്. അതായത് ഒരു എക്സ്ചേഞ്ച് പോലെ, ഒരു ബാർട്ടർ സിസ്റ്റം പോലെ, അതായത് ഞാൻ ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ നീ എനിക്ക് ഇത്രയും കാര്യങ്ങൾ തരുവാണെങ്കിൽ ഞാൻ നിനക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഇത്രയും ചെയ്തേക്കാം, അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ തരിക, എൻ്റെ ഈ കാര്യങ്ങൾ വിഷസൊക്കെ ഒന്ന് സാധിച്ചു തന്നേക്കണം എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനത്തെ ഒരു ട്രേഡ്. അതാണ് എനിക്ക് തോന്നുന്നു റോമൻസിൽ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, കാര്യം ഗോഡ് ഡസൻറ്റ് റിയലി ഓ അസ് എനിത്തിങ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളുടെ ഈ വക കാര്യങ്ങളൊന്നും ദൈവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയാണ് അത് പറയുന്നത്. അതൊരു അത്ര കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു വാക്കല്ല. അയ്യോ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ ഈ ഓഫേഴ്സ് കൊടുത്തതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ ദൈവത്തിന് അതൊന്നും പ്രസാദമായില്ലേ എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നോ, അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി റീഅഷ്യൂറിങ് ദാറ്റ് ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് വാട്ട് എവർ ദാറ്റ് ഹി ഗിവ്സ് ദാറ്റ്സ് ഔട്ട് ഓഫ് ലവ്. ആക്ച്വലി ഒരു ട്രേഡ് അല്ല അവിടെ നടക്കുന്നത്. ദൈവം നമ്മളെ മാനിക്കുന്നത് കൊണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും, നമ്മളെ കണ്ടതുകൊണ്ടും നമ്മളോട് ചൊരിയുന്ന ഒരു കൃപയാണത്, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേസ്. അപ്പം അത് കാരണം ദാറ്റ് ഈസ് വൈ ഗോഡ് ഡസൻറ്റ് ഓ അസ് എനിത്തിങ്. നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല ദൈവം പിടിച്ചു വാങ്ങിക്കുന്ന അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യാക്കോബ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരും. അത് നമ്മളുടെ അത്ര ഡീപ്പർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് പോലെ ഇരിക്കും. പക്ഷേ എന്നാലും ടുഡേ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട്, അപ്പം ഇത്രയും അപ്പം എന്ത് ചെയ്യണം, അപ്പോൾ ഒന്നും ചെയ്യണ്ടേ എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ, ഈവൻ ദോ ഗോഡ് ഡസൻറ്റ് ഓ അസ് എനിത്തിങ് ബട്ട് ഹി റിമെമ്പേഴ്സ് എവറിത്തിങ്. അതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കാര്യം ഒരുപാട് ആൾക്കാർ ഒത്തിരി നേരം ദൈവമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരും കാണാതെ ഒഴുക്കിയ ഒരുപാട് കണ്ണീരുകളുണ്ട് രാത്രി സമയങ്ങളിൽ. ബൈബിൾ നമ്മുടെ സങ്കീർത്തനങ്ങളിലൊക്കെ ഒരുപാട് പറയുന്നത് പോലെ നമ്മുടെ കിടക്ക് അല്ലെങ്കിൽ പില്ലോ വെറ്റാവുന്ന വരെ നമ്മൾ കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ആരും കാണുന്നേ ഉണ്ടായിരിക്കത്തില്ല, ഒരു സാക്രിഫൈസ് ചെയ്തു. നമ്മൾ ചില സമയങ്ങളിൽ നമ്മളുടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ കോൾ അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ഒരു വിളി അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെറിയ സാക്രിഫൈസസ് ഒക്കെ ചെയ്തത് ആരും നമ്മുടെ ചുറ്റിനുള്ളവരാരും കണ്ടു കാണത്തില്ല, ലോകത്തിലാരും കണ്ടു കാണത്തില്ല. പക്ഷേ ഇതൊക്കെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. ഈവൻ ദോ ഹി ഡസൻറ്റ് ഓ അസ് എനിത്തിങ് ബട്ട് ഹി റിമെമ്പേഴ്സ് എവറിത്തിങ്. അവിടെയാണ് ഞാനും മമ്മിയും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ദൈവം ആർക്കും കടക്കാരനല്ല. അതാ ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ എപ്പോഴെങ്കിലും ഞാൻ ഒരിക്കലെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഐ ഡു സേ ദിസ് ഓൾവേസ് ദാറ്റ് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ ദൈവം ഒരു
1000 സ്റ്റെപ്പ് എടുത്ത് ഇങ്ങോട്ട് വരും. ബിക്കോസ് ഓഫ് ഗ്രേസ്, ബിക്കോസ് ഓഫ് ഹിസ് എന്താ പറയുക, ഹിസ് ലവ് ആൻഡ് ഹിസ് മേഴ്സി ആൻഡ് ദ ഗ്രേസ് ദാറ്റ് ഹി ഈസ് ഗിവിങ് അസ്, നോട്ട് ബിക്കോസ് ഹി ഓവ്സ് അസ് എനിത്തിങ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഞാൻ ആ ഒരു കാര്യം എടുത്ത് പറയുന്നത്. ബിക്കോസ് നമ്മൾക്ക് അങ്ങനെ, നമ്മൾ മക്കളാണ്, നമുക്ക് അവകാശമുണ്ട്, ബട്ട് ഇറ്റ് ഷുഡ് നെവർ ബി ലൈക്ക് ഒരു ട്രേഡ് പോലെ. ഓക്കെ, സോ അത് കാരണം ഐ ഹാവ് Hebrews 6:10, നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ദൈവനാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അവൻ അനീതിയുള്ളവനല്ല. ദൈവം ഒരു പിന്നെ അൺജസ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. നമ്മൾ ഇത്രയും ദൈവത്തിന് വേണ്ടിയിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരിക്കും ഇരുന്ന് പ്രാർത്ഥിച്ചത്, പക്ഷെ മര്യാദയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചത്. ഇതൊക്കെ മറന്നു കളയാനും നമ്മൾ പ്രവൃത്തികളെ മറന്നു കളയാനും മാത്രം നമ്മൾ സേവിക്കുന്ന ദൈവം അൺജസ്റ്റ് ആയിട്ടോ അനീതിയായിട്ടോ ഒരു ദൈവമല്ല. നമ്മളുടെ നിഷ്കളങ്കതയിൽ, വിച്ച് എൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. നിഷ്കളങ്ക ദൈവം, നിർമ്മലിനോട് ദൈവം നിർമ്മലനായിരിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മളുടെ ജീവിതം എങ്ങനെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു നിർമ്മലതയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കോൺടെക്സ്റ്റ് ഉണ്ട്. അത് വേറെ വീഡിയോകളിൽ വരും. പക്ഷേ ഓൾവേസ് ഓർക്കുക, ദൈവം അനീതിയുള്ളവനല്ല. നമ്മുടെ ശുശ്രൂഷകൾ, വിച്ച് മീൻസ് ദാറ്റ് വി ഹാവ് ടു ഡു സം ആക്ഷൻ. എപ്പോഴും പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ അത് ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഐ എം ടോക്കിംഗ് ടു സംബഡി. ഇതൊക്കെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, പക്ഷെ ആരും കാണുന്നില്ല. മേ ബി ഒരു റെക്കഗ്നിഷൻ ഫാമിലിയിൽ നിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആളുകളിൽ നിന്ന് വരുന്നില്ല. പക്ഷെ നമ്മൾ വി കണ്ടിന്യൂ ടു ഡു ഓൾ ദി ഗുഡ് തിങ്സ്. റിമെമ്പർ ദാറ്റ് ദൈവം അൺജസ്റ്റ് അല്ല. ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്, ദൈവം ഇതൊക്കെ ഓർക്കുന്നുണ്ട്. ഡ്യൂ ടൈമിൽ, തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയുകയും ചെയ്യും. സോ ദാറ്റ് വാസ് Hebrews 6:10. We have another assuring verse in Galatians 6:9. ഗലാത്യർ 6:9. നന്മ ചെയ്തതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. സോ ഐ തിങ്ക് ടുഡേസ് വീഡിയോ ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് ആക്ഷൻ ഓൾസോ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കരയുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഡൂയിങ് സം തിങ്സ് ദാറ്റ് വി ആർ കോൾഡ് ടു ഡു. അതായത് നമ്മൾ ചില സാക്രിഫൈസസ്, ചില സമയങ്ങളിൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ഒന്നും ചെയ്യാണ്ട് ഇരിക്കുക, അതായത് ദേഷ്യപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളെ ഭയങ്കരമായിട്ട് അനോയ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ദേ ഡോണ്ട് ഡിസേർവ് എനി കൈൻഡ് ഓഫ് കൈൻഡ്നസ് ഫ്രം us, ബട്ട് വി സ്റ്റിൽ ഡു ദാറ്റ്. അങ്ങനെ നന്മ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇത് നമ്മളതിനെ തളർന്നു പോകാതെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, ഈവൻ ദോ ഗോഡ് ഡസൻറ്റ് ഓവർ us anything, പക്ഷേ ഹി റിമെമ്പേഴ്സ് ഇറ്റ്. ഓക്കെ, ഹി വിൽ കീപ് എവറിത്തിങ് ടുഗെദർ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ബുക്കിലൊക്കെ എഴുതുന്ന പോലെ ഹി വിൽ റിമെമ്പർ ഇറ്റ് ആൻഡ് തക്ക സമയത്ത് നമ്മൾ അതിൻ്റെ ഫലം കൊയ്യും. സോ ഇഫ് യു ആർ സമ്മൺ ലിസ്ണിംഗ് ടു മീ ആൻഡ് ചിന്തിക്കുകയാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഓൾവേസ് റിമെമ്പർ ആക്ഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ വിളിക്കനുസരിച്ച് നമ്മൾ നടക്കുന്നില്ലെങ്കിൽ ഗുണമില്ല. അപ്പം അതും ഇതൊക്കെ ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം വരുന്നില്ല എന്നാണ് ആരെങ്കിലും ഇന്ന് ഈ വീഡിയോ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക. ദൈവം എല്ലാം ഓർക്കുന്നുണ്ട്, ദൈവത്തിനെല്ലാം ഓർമ്മയുണ്ട്. ആൻഡ് തക്ക സമയത്ത് നമ്മൾ അതിൻ്റെ ഫലം കൊയ്യും. ആൻഡ് ഫൈനലി ഐ ഹാവ് വൺ മോർ. അത് മലാക്കി 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് വാട്ട് ഐ സെഡ് റൈറ്റ് നൗ. നമ്മൾ പല സമയങ്ങളിലും ബൈബിൾ സ്റ്റഡി ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ അടുത്ത് നമ്മളുടെ സാക്ഷ്യം പറഞ്ഞത്, ദൈവത്തെപ്പറ്റി സംസാരിച്ചത്, ആ സമയങ്ങളൊന്നും വ്യർത്ഥമായി പോവുകയില്ല. ഇതൊക്കെ ദൈവം ഓർത്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. ബട്ട് വെയിറ്റിംഗ് പീരീഡിന് ഒരു സമയമുണ്ട്. നമ്മൾ ആരെങ്കിലും അതിനെ തളർന്നു പോവുമോ മടുത്തു പോവുമോ നല്ല കാര്യങ്ങൾ ചെയ്ത് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ റിമെമ്പർ, വെയിറ്റിംഗ് പീരീഡിന് ഒരു പേർപ്പസ് ഉണ്ട്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുപോലെ വെയിറ്റിംഗ് പീരീഡ് ഹാസ് എ പേർപ്പസ്. അത് മോസ്റ്റ്ലി നമ്മളെ തന്നെ ഒന്ന് പ്രൂണിങ് ചെയ്യാനുള്ളൊരു പീരീഡാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ ഒരുക്കാനുള്ളൊരു പീരീഡാണ്. സോ do not be wary of doing good things. നമ്മൾ ദൈവത്തെപ്പറ്റി ഇനിയും കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരാളെ കാണുന്ന സമയത്ത് പിന്നെ പറ്റുമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ദൈവത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. വെൻ യു ഹാവ് ടൈം ആൻഡ് വെൻ യു ക്യാൻ ഡു ഇറ്റ്, ഐ വോണ്ട് യു ടു ഡു ഇറ്റ്. ബിക്കോസ് ദൈവം ഇതൊക്കെ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ എഴുതിയിരിപ്പുണ്ട്. തക്ക സമയത്ത് നമ്മൾ ഉയർത്തുവാനായിട്ട് ദൈവത്തിന് കഴിയുമുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഓൾ ഐ വാണ്ടഡ് ടു സേ ഇസ് ദാറ്റ് ഗോഡ് ഡസൻറ്റ് ഓവർ us anything. നമ്മൾ
ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരരുത്. ഞാനത് ചെയ്തല്ലോ, അത് കാരണം ദൈവം എനിക്കത് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. ട്രേഡിംഗ് സിസ്റ്റം അല്ല നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇതൊരു അപ്പനും മകളും, ഇതൊരു ഫാദർ സൺ ഓർ ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ്. അത് കാരണം നമ്മൾ കണ്ടീഷണൽ ഓഫേഴ്സ് ഒന്നും ദൈവത്തിൻ്റെ അടുത്ത് വെക്കാനായിട്ട് നിൽക്കരുത്. യു കണ്ടിന്യൂ ഡൂയിങ് ഓൾ ദ ഗുഡ് തിങ്സ് ദറ്റ് യു ഹാവ് ബിൻ ഡൂയിങ്. നമ്മളല്ലെങ്കിൽ പ്രാർത്ഥന മാത്രമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇത്രയെങ്കിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൂടെ നന്മകളൂടെ ചെയ്യാനുണ്ട്. ആക്ഷൻസിൽ നമ്മൾ അതിനെ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പ്രാർത്ഥനയും കൊണ്ട് ഗുണമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു റാൻഡംലി കം ആൻഡ് സേ ദിസ്. വേറെ കുറേ ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സമയത്ത് എനിക്ക് ദൈവം കടക്കാരനല്ല എന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നൊരു കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് 2 months ബാക്കാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ആ സമയത്ത് ഞാൻ ശരിക്കും ചെയ്യുന്നത് എൻ്റെ ഒരു കടമ പോലെയായിരുന്നു ചെയ്തത്. കാര്യം ദൈവം എൻ്റെ ഒരു ഫുൾ ലൈഫിൽ, ഇറ്റ്സ് മൈ ബർത്ത്ഡേ മന്ത്, ഐ എം ഗോയിങ് ടു ബി 29. അപ്പം ഈ 29 വർഷക്കാലവും ഹി ഹാസ് ബീൻ സോ ഫെയ്ത്ത്ഫുൾ ആൻഡ് സോ ഗുഡ് ദാറ്റ് എനിക്ക് തന്നെ ഐ വാസ് എംബാരസ്ഡ് ആൻഡ് അഷെയിംഡ് ദാറ്റ് ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ഫോർ ഗോഡ്. എക്സ്ചേഞ്ച് പോലെ തോന്നാം, ബട്ട് നോട്ട് ആസ് എൻ എക്സ്ചേഞ്ച്. ലൈക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ റിസീവിങ് എൻഡിൽ നമ്മളുടെ ഗ്രേസിനെ റിസീവ് ചെയ്ത് മാത്രം ഇരുന്നാൽ മതിയോ? മേ ബി ഐ ഓൾസോ ഹാവ് എ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് എ ക്രിസ്ത്യൻ ടു share his gospel. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. I didn't expect anything, I didn't want anything, I had no particular prayer request as such, even though I had, but Devam, God is so gracious in his rewards, and അത് കാരണം ഓർക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ 10,000 സ്റ്റെപ്പ് ദൈവം നമുക്ക് ഇങ്ങോട്ട് വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച എൻ്റെ അടുത്ത വീഡിയോ വരുന്നത് വരെ നമ്മൾക്ക് പ്രവർത്തിക്കാനും പാലിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.